നേഴ്സാണല്ലേ? ഒരു നിമിഷം ഒന്ന് ശ്രദ്ധിക്കണേ. എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ എന്തിനാ ഈ നേഴ്സിംഗ് പഠിച്ചതെന്ന്? ഉണ്ടാവും. ഏത് നേഴ്സും ഒരു തവണയെങ്കിലും ചിന്തിക്കുന്ന ഒരു കാര്യമാണിത്. കാരണം ഏകദേശം 13.5 മില്യൺ നേഴ്സുമാരാണ് ഗ്ലോബൽ കണക്കനുസരിച്ച് ഒരു വർഷം വേൾഡ് വൈഡ് പാസ്സായിട്ട് ഇറങ്ങുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിലാണെങ്കിലോ 1,00,000-ൽ കൂടുതൽ നേഴ്സുമാരാണ് ഒരു വർഷം BSc നഴ്സിംഗ് മാത്രം പഠിച്ച് ജയിച്ച് ഇറങ്ങുന്നത്. എന്നാൽ ഏതൊരു നേഴ്സാണെന്നുണ്ടെങ്കിലും അവര് പഠിക്കുമ്പോ അല്ലെങ്കിൽ പഠിക്കാൻ പോകുമ്പോ തന്നെ മനസ്സിൽ വെക്കുന്ന ഒരു കാര്യമുണ്ട്. എനിക്ക് വേറൊരു വിദേശ രാജ്യത്ത് പോകണം, അവിടെ പോയി സെറ്റിൽ ആവണം, നല്ലൊരു ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് വരണം, കുടുംബം രക്ഷിക്കണം, ആ വിദേശ രാജ്യത്ത് സെറ്റിൽ ആവണം എന്നുള്ള കാര്യങ്ങളല്ല. എന്നാൽ എല്ലാ നേഴ്സുമാർക്കും ഇത് സാധിക്കുന്നുണ്ടോ? നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തായിരിക്കാം ഇതിന്റെ കാരണം എന്ന്? യെസ്, 3-4 കാരണങ്ങളുണ്ട്. ഒന്ന്, നിങ്ങൾ ഇംഗ്ലീഷ് പാസ്സാവാൻ പറ്റാതിരിക്കുന്ന സിറ്റുവേഷൻ. 2, NCLEX RN പാസ്സാകാതിരിക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ. 3, നിങ്ങളുടെ OSCE എക്സാം അഥവാ ക്ലിനിക്കൽ പ്രാക്ടീസിൽ നിങ്ങൾക്ക് പാസ്സാവാൻ പറ്റാതിരിക്കുന്ന സിറ്റുവേഷൻ. പിന്നെ എക്സ്പീരിയൻസ് മുഖാന്തരം ഉണ്ടാകുന്ന സിറ്റുവേഷൻ. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊണ്ട് നിങ്ങൾ ഇതുവരേക്കും നിങ്ങളുടെ ആഗ്രഹം, നിങ്ങളുടെ ഡ്രീം, നിങ്ങൾക്ക് ഒരു രാജ്യത്ത് പോയിട്ട് സെറ്റിൽ ആവണമെന്നുള്ള ഡ്രീമിലേക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഫ്ലൈവേൾഡ് മൈഗ്രേഷൻ ആൻഡ് ലീഗൽ സർവീസസിനെ കോൺടാക്ട് ചെയ്തോളൂ. വി ഹാവ് സൊല്യൂഷൻസ് ഫോർ യുവർ കേസ്. താങ്ക് യു.